തലസ്ഥാനത്ത് കുട്ടികളെ ഉപയോഗിച്ച് ഭിക്ഷാടനം നടത്തുന്ന നാടോടി സംഘങ്ങൾ ഇപ്പോഴും സജീവമാണ്. 3-4 മാസം മാത്രം പ്രായമുള്ള കുട്ടികളെ പോലും ഇവർ ഇതിനായി ഉപയോഗിക്കുന്നു. സാധാരണക്കാർക്ക് മുന്നിൽ കുഞ്ഞുങ്ങളുടെ ദയനീയത കാശാക്കി മാറ്റാൻ ഇവർ നടത്തുന്ന തട്ടിപ്പാണിത്. ഇതര നാടുകളിൽ നിന്നും കേരളത്തിലെ നഗരങ്ങളിൽ തമ്പടിച്ച് കുഞ്ഞുങ്ങളെ മുന്നിൽ നിർത്തി നടത്തുന്ന ഭിക്ഷാടനം. മലയാളിക്കുള്ള കരുണ, അനുകമ്പ ഇവയെല്ലാം നന്നായി പഠിച്ചവരാണ് ഈ സംഘം. ട്രാഫിക് സിഗ്നലുകൾക്ക് സമീപം ചെറുകിട സാധനങ്ങൾ വിൽക്കാനെന്ന പേരിൽ മാറാപ്പിൽ കുഞ്ഞിനെയും തൂക്കിയെത്തുന്നവരോട് സഹതാപം പുലർത്തുന്ന സാധാരണക്കാരെ ചൂഷണം ചെയ്യുകയാണിവർ. പോലീസിനെ പേടിച്ചിട്ട് ഈ പേന കൊണ്ടൊന്നും ഇങ്ങനെ കാണിക്കുക, അവർ എന്തൊരു കച്ചവട മാർഗം, അവർക്ക് ഇത് ഈ പേന വിറ്റാണ് ജീവിക്കുന്നതെന്നുള്ള ഒരു ധാരണ. പക്ഷേ അവരതല്ല ചെയ്യണം. അവർ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ അവർ ഈ കുട്ടികളെ കൊണ്ട്, ഈ കുട്ടികൾ ഒരു 16 വയസ്സ് 15 വയസ്സ് പ്രായം ഇല്ലാത്ത കുട്ടികളാണ് ഈ കൊച്ചുങ്ങളെയും കൊണ്ട് നടക്കുന്നത്. അവരാന്ന് വെച്ചാൽ ഇതാണ് അവർക്കൊരു വരുമാനം. അതാണ് അവർ ചിന്തിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ തിരക്കേറിയ സ്ഥലങ്ങളിൽ സംഘമായി എത്തുന്ന ഇവർക്ക് പ്രാദേശിക സഹായം നൽകാനും ആളുണ്ട്. ദിവസവും ആയിരക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന ഇവർ ഒരു വിഹിതം പ്രാദേശിക സഹായത്തിനായി നൽകുന്നു. പോലീസിന് മുന്നിൽ ഈ നിയമലംഘനം നടന്നിട്ടും നടപടികളൊന്നുമില്ല. പൊരിവെയിലത്ത് കുഞ്ഞുങ്ങളെ ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുന്ന ദൃശ്യം പകർത്താൻ ശ്രമിച്ചാൽ ഇവർ അക്രമാസക്തരാകും. കഴിഞ്ഞ ദിവസം ചാക്കയിൽ കുഞ്ഞിനെ കാണാതായ സംഭവത്തോടെ കുട്ടികളെ മുന്നിൽ നിർത്തിയുള്ള ഭിക്ഷാടനം തടയാൻ കർശന നടപടിയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും കാര്യമുണ്ടായില്ല. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പോലും ഈ വിഷയത്തിൽ പ്രതികരിക്കാനും തയ്യാറായില്ല. ഇത്തരത്തിലുള്ള ഭിക്ഷാടന സംഘങ്ങൾ തലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴുമുണ്ട്. കുരുന്നുകളെ ഉപയോഗിച്ചുള്ള ഭിക്ഷാടനവും മറ്റു കാര്യങ്ങളും അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. സജികുമാറിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.